മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറുവാൻ ജൂൺ 15 വരെയാണ് അവസരമുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം. പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ള രേഖയാണ്. വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രം ആവശ്യമായി വരും. പഞ്ചായത്ത് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കൂടാതെ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുള്ള രേഖയാണ്. മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകാൻ സാധിക്കും. വികലാംഗ സർട്ടിഫിക്കറ്റും നൽകാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർക്കും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നൽകി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും നൽകാൻ സാധിക്കും. ഇവയൊക്കെയാണ് മുൻഗണന വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജൂൺ 15 വരെയാണ് പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ നൽകുന്നത്. അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമായിരിക്കും. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് സർക്കാർ ജോലിയോ അർദ്ധ സർക്കാർ ജോലിയോ ഉണ്ടെങ്കിൽ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല. പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർക്കും മുൻഗണന റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹനല്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല. കൂടാതെ 1000-ൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമയ്ക്കും റേഷൻ കാർഡ് മുൻഗണന വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. 4 അതിൽ കൂടുതലോ ചക്രമുള്ള വാഹനമുള്ളവർക്കും സാധിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നീല വെള്ള കാർഡുകളിൽ അർഹരായ കുടുംബക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായും പിങ്ക് കാർഡിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതൊരു പ്രധാനപ്പെട്ട അവസരമായി തന്നെ കാണേണ്ട ഒന്ന് തന്നെയാണ്. തദ്ദേശ വകുപ്പിന്റെ BPL പട്ടികയിലുള്ളവർക്കും ഗുരുതര രോഗമുള്ളവർക്കും പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. മുൻഗണന ലഭിക്കുന്ന വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അവരെല്ലാവരും തന്നെ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വെള്ള നീല കാർഡിന് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും പിങ്ക് കാർഡിന് ലഭിക്കുന്നതുമായിരിക്കും. സൗജന്യ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ ചികിത്സ ആനുകൂല്യങ്ങളും ലഭിക്കും. അതിനാൽ ജൂൺ 15 മുമ്പായി തന്നെ എല്ലാവരും കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം മുൻഗണന റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.